സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് നോമ്പിന് സ്റ്റഡീസ് എഫക്റ്റീവ് ആക്കാനുള്ള ടിപ്സ് വീഡിയോ ചെയ്യാം. ഞങ്ങൾക്ക് മോഡൽ എക്സാം ഉള്ള സമയത്ത് തന്നെയായിരുന്നു നോമ്പും വന്നിരുന്നത്. ഞങ്ങളുടെയും ഒരു മെയിൻ ഡൗട്ടായിരുന്നു നോമ്പിന്റെ സമയത്ത് എങ്ങനെ നമ്മൾ സ്റ്റഡീസ് എഫക്റ്റീവ് ആക്കാൻ പറ്റും. ഇത് നോമ്പ് എന്നുള്ളൊരു സമയം നമുക്ക് ശരിക്കും ഒരു അനുഗ്രഹം പോലെയാണ്. കാരണം ഈ എക്സാമിന്റെ ടൈമിൽ നോമ്പിന് ക്ഷീണം ഉണ്ടാകും, പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ സമയം കിട്ടുന്ന ഒരു ടൈമും കൂടെയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയും ഫുഡ് കഴിച്ച് വന്ന ശേഷമുള്ള ഒരു ലാഗോ അതൊന്നും നോമ്പിന്റെ സമയത്തില്ല. അപ്പൊ പഠിക്കാൻ നമുക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടുന്ന ഒരു ടൈമാണ് നോമ്പ്. ഇപ്പൊ നോമ്പിന്റെ സമയത്ത് എക്സാം എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബോഡീനെ ഒരിക്കലും ക്ഷീണം തോന്നിക്കാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അത്താഴം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സുഹൂറ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് ഒന്നാമത്തെ കാര്യം അത്താഴം കഴിക്കണം എന്നുള്ളതാണ്, നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തിന് കഴിക്കുന്ന ഡയറ്റാണ്. ഈ ഡയറ്റിൽ നമുക്ക് ഫൈബറും പിന്നെ നല്ല പ്രോട്ടീൻസും ആഡ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ഫൈബർ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളുടെ ചോറ്, കാരണം നമുക്ക് തന്നെ ഫീൽ ചെയ്യാവുന്ന കാര്യമാണ്. ചോറ് തിന്നുന്ന ദിവസം നമുക്ക് നല്ല എനർജി നമുക്ക് പൊതുവെ കുറച്ച് നേരം റീറ്റെയിൻ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. ഒന്ന് ചോറ്, രണ്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓട്സ്. അതായത് നമ്മൾ ഓട്ട് മീൽ കണ്ടിട്ടില്ലേ? ഓട്സ് ഒരു ബൗളിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എരിഞ്ഞിട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നേരം നമുക്ക് നമ്മളുടെ എനർജി റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രോട്ടീനും കഴിക്കണം. മെയിൻലി രണ്ട് സാധനങ്ങളാണ് വന്നത്. ഒന്ന് മുട്ടയാണ്, എഗ്ഗ് ഒന്നില്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കുക. വെച്ചാൽ രാവിലത്തെ സമയത്ത് ബോയിൽ ചെയ്ത് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഓംലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടല്ലോ, സ്ക്രാമ്പിൾഡ് എഗ് നമുക്ക് കഴിച്ചാലും അത്യാവശ്യം നല്ലതാണ്. അതേപോലെ വേറൊരു പ്രോട്ടീൻ തരുന്ന ഒരു റിച്ച് സോഴ്സ് ആണ് നമ്മളുടെ യോഗട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ യോഗട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓട്സും ഫ്രൂട്ട്സ് ഒക്കെ കൂടെ ചേർത്ത് ഒരു സ്മൂത്തി ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. ഇതിന്റെ ഒപ്പം തന്നെ പിന്നെ നമ്മൾ വെള്ളം നന്നായി കുടിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ സുഹൂറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത്താഴം തന്നെയല്ലേ നിങ്ങളും പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. അതായത് അത്താഴം കഴിച്ച് നമ്മളൊരു ഉറക്കമൊക്കെ എഴുന്നേറ്റ ശേഷം നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4 മണി വരെ നമുക്ക് ഏകദേശം ഇരിക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് നമുക്കൊരു 4 മണി വരെ ഇരിക്കാൻ പറ്റും. നോർമലി പറയുകയാണെങ്കിൽ ആ ഒരു വൈകുന്നേരം തൊട്ടിട്ടാണ് നമുക്ക് ക്ഷീണം തോന്നി തുടങ്ങുന്നത്. 4:30, 5:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാകും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി രാവിലെ ഒരു 5 മണി തൊട്ട് ഈ ഒരു സമയം വരേക്കും ഒന്നും കഴിക്കാതെ നമ്മുടെ ബോഡിക്ക് ഒന്നും കിട്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ 4:30 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ക്ഷീണം തോന്നി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും നമ്മളെ ബോഡിനെ പുഷ് ചെയ്യരുത്. അതായത് ഇല്ല കുഴപ്പമില്ല കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പുഷ് ചെയ്ത് നമ്മളെത്തി പഠിപ്പിക്കരുത്. ആ ഒരു ഫിസിക്കൽ ലിമിറ്റിലപ്പുറം നമ്മൾ അതിനെ പുഷ് ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ ഫെർദർ ആയിട്ടുള്ള സ്റ്റഡീസിനെ അത് ബാധിക്കുകയേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 4:30 to 5:30 സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക, അടച്ചു വെച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുക. കാരണം എന്താ, നമ്മൾ അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തായാലും നമുക്ക് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി നോമ്പ് തുറന്ന ശേഷം നമുക്ക് പഠിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ 4:30 to 5:30 സമയത്ത് കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഈ പഠിക്കുന്ന സമയം എങ്ങനെ ഡിവൈഡ് ചെയ്യണം, എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക രാവിലെ ആയിരിക്കും. അപ്പോൾ ആ എനർജി ഉള്ള ടൈമിൽ നമുക്ക് എനർജി ഇടേണ്ട സാധനങ്ങൾ പഠിക്കുക. അതായത് നമ്മൾ വീക്കായിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യണമല്ലോ. അപ്പൊ ഇങ്ങനെ വായിച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു രാവിലെ ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നമ്മുടെ എനർജി ഉള്ള സമയത്ത് തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ച് എനർജി വേണം. എന്നിട്ട് വൈകിട്ടാവുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി കുറഞ്ഞു തുടങ്ങുന്ന സമയത്തേക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് എനർജി യൂസ് ചെയ്യേണ്ട, പക്ഷെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. എഫക്റ്റീവായിട്ട് ആ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ പഠിക്കാനും ബ്രെയിന് കുറച്ചും കൂടെ എനർജി വേണ്ട സാധനങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നോമ്പ് തുറക്കുന്നതാണ് നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മൾ ഈ രാവിലെ 5 മണി തൊട്ട് നമ്മളിപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന 6:30 സമയം വരേക്കും നമ്മൾ ഇൻഡസ്റ്റൈൻ ആണെങ്കിലും നമ്മുടെ സ്റ്റൊമക്ക് ആണെങ്കിലും ചെയ്യുന്നില്ല, എല്ലാം അതിൻ്റെ ഒരു സബ് നോർമൽ ലെവലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഓൾറെഡി അതിനെ ഇങ്ങനെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഒരു വർക്കിലൂടെ അതിനുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ടയേർഡ് ആവുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറന്ന പാടെ ഒരു 2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു ജ്യൂസ് എങ്ങാനും കുടിച്ച് പിന്നെ പൊരി പലഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലും കൂടെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഭാവിയിലെ ഹെൽത്ത് എന്ന് ഉദ്ദേശിച്ചിട്ടല്ല. അതായത് ഇപ്പോൾ നമ്മളിനി ഹോസ്റ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലഹാരങ്ങളൊന്നും നമുക്ക് കിട്ടാൻ പോകുള്ളൂ. ഇപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഡേറ്റ്സും ഉണ്ടാകും, പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തൊരു വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാകും. ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നിസ്കരിച്ച് വരുമ്പോഴേക്കും ഫുഡ് കഴിക്കാം.
അപ്പൊ ഇത്രയൊക്കെ ഹോസ്റ്റലിൽ ചെന്നാൽ നമുക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പോഴേ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. അതിപ്പോ ഏത് ഹോസ്റ്റലിൽ ചെന്നാലും. അപ്പൊ പൊരി പലഹാരങ്ങൾ നിങ്ങൾ കഴിക്കേ വേണ്ട, മാറ്റി വെക്കാം. പിന്നെ വെള്ളം, ഒരു ജ്യൂസൊക്കെ കുടിച്ച ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഡീഹൈഡ്രേഷൻ തന്നെ ആദ്യം അത് മാറ്റിക്കോളും. നിങ്ങൾ പോയി നിസ്കരിച്ച് അല്ലെങ്കിൽ കുറച്ചു നേരം ഖുറാനൊക്കെ ഓതണം എന്നുള്ളവർ ഖുറാനൊക്കെ ഓതി ഒരു മണിക്കൂറിന്റെ അടുത്തെങ്ങാനും കഴിഞ്ഞ ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം ആദ്യം നമ്മൾ കഴിച്ച ആ ഒരു ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ പതിയെ നമ്മളുടെ ഇൻഡസ്റ്റൈനൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങി അവരൊന്ന് ആ ഒരു സബ് നോർമൽ ലെവലിൽ നിന്ന് നോർമൽ ലെവലിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് നമ്മളുടെ നോർമൽ ഫുഡ് നമുക്ക് കഴിക്കാം. അപ്പൊ വലിയൊരു ക്ഷീണം തോന്നില്ല. കാരണം നമ്മുടെ ബോഡി നോർമൽ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. കഴിച്ചാൽ എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ബോഡി ടയർഡ് ആവുകയാണ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഇത്രയും സബ്നോർമൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഇത്രയും ഫുഡുകൾ നമ്മൾ ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടയർഡ് ആവുകയുള്ളൂ. നമ്മുടെ ബ്രെയിനൊക്കെ വീണ്ടും ഷട്ട് ഡൗൺ ആവുകയും ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് കുറെ എക്സ്ട്രാ സമയം കിട്ടി. നമ്മൾ പഴയ പോലെ അത്രയും ടയർഡ് ആവില്ല ഈ ഒരു രീതിയിൽ നോമ്പ് തുറന്ന് പോവാണെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ കഴിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെറിയ വിശപ്പൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് നല്ല ഈ വാട്ടർമെലൺ ഒക്കെ പോലെ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു പഠിക്കാനും കൂടെ കുറച്ച് രസമായിരിക്കുമല്ലോ ഇടയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അതിനുവേണ്ടി മാത്രമല്ല, പിറ്റേ ദിവസം നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് നമ്മൾ ഇപ്പോഴേ സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോമ്പ് തുറന്ന് പിന്നെ പഠിക്കാതിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ഫ്രൂട്ട്സ് ആണ് കേട്ടോ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചോ വീട്ടിൽ. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം പോലെ 12 മണി വരെ പഠിക്കുന്നവർക്ക് 12 മണി വരെ പഠിക്കാം. 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച ശേഷം കിടന്നുറങ്ങാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ജനറലി പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. നിതയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നൈറ്റ് പേഴ്സൺസ് ഉണ്ടാവും, ഏർലി മോർണിംഗ് പേഴ്സൺസ് ഉണ്ടാവും. അതേപോലെ തന്നെ നോമ്പിനും വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇരിക്കുന്നത് നോമ്പ് തുറന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അതായിരിക്കും എൻ്റെ സ്ട്രെച്ച്. ലൈക്ക് നൈറ്റ് ത്രൂ ഔട്ട് ഞാൻ ഇരിക്കും. ഇപ്പോൾ 3, 4 അല്ലെങ്കിൽ ചിലപ്പോൾ അത്താഴം വരെയൊക്കെ ഇരിക്കും. കഴിഞ്ഞ് അത്താഴം കഴിച്ച് കിടന്ന് പിന്നെ ഉച്ചയ്ക്ക് എണീക്കുള്ളൂ, രാവിലെ എണീക്കില്ല. അപ്പോൾ എൻ്റെ നോമ്പിൻ്റെ മെയിൻ പോർഷനും അങ്ങനെ പോകും. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് പിന്നെ ഇരിക്കും, കുറച്ച് മണിക്കൂർ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് തുറക്കാനാകുമ്പോഴത്തേക്ക് റെസ്റ്റ് എടുത്ത് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇതേപോലെ. ലൈക്ക് എൻ്റെ പ്രൈം ടൈം വരുന്നത് രാത്രി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവാം. രാവിലെ എണീക്കുന്നതിന് പകരം രാത്രി പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാ സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. എന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് രാവിലെ തൊട്ടിട്ട് ഈ ഒരു 4 മണി വരെ കണ്ടിന്യൂസ് ഇരിക്കുന്നത്. അത് പക്ഷെ എല്ലാവരുടെ കേസിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ എന്നെ പോലെയൊക്കെ വളരെ ഒരു തിന്നായിട്ടുള്ള ഫിസിക്കൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മളുടെയൊക്കെ ഈ രാവിലെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 10 മണി ആകുമ്പോഴേക്കൊക്കെ നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ളവർ ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് ഭയങ്കരമായ ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വേണ്ട, ഇപ്പൊ നമ്മൾ നോമ്പ് വിടണ്ട, നമ്മളിപ്പോ ഒരു വൈകിട്ട് വരേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നിരുന്ന് ചിലപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ നോമ്പൊക്കെ മുറിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം ഇങ്ങനെ ഒരു രാവിലെ തന്നെ നിങ്ങൾ ക്ഷീണിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റിലൊക്കെ എത്താണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നോമ്പിന്റെ സമയത്ത് ഈ പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾക്ക് അത്രയും നേരം കഴിക്കാത്തതിന്റെ എനർജി നമ്മൾ ബോഡിയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കാര്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും ഞങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ക്ഷീണം രാവിലെ തന്നെ തോന്നി തുടങ്ങുന്ന സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 2 ദിവസത്തേക്ക് എങ്ങാനും മിനിമം നോമ്പ് ഒന്ന് വിട്ടിട്ട് ലൈക്ക് ആ ഒരു 2 ദിവസം നമ്മൾ മര്യാദക്ക് കഴിച്ച് നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് ഗെയിൻ ചെയ്ത ശേഷം നിങ്ങൾ നോമ്പ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ എനിക്ക് ആ നോമ്പ് വിടാൻ പോലും എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ഇത്രയും വലിയൊരു എക്സാം വരാൻ പോവല്ലേ, അപ്പൊ ഇനിയിപ്പോൾ ഞാനിങ്ങനെ നോമ്പ് വിട്ട് കഴിഞ്ഞാൽ പഠിച്ചോൻ എന്നോട് ദേഷ്യമാകോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇനിയിപ്പോൾ ആ സമയത്ത് നോമ്പ് വിട്ടതിന്റെ പേരിൽ എക്സാം ടഫ് ആവും എന്നൊക്കെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നെന്ന് വെച്ചാൽ ഈ രാവിലെ തന്നെ എൻ്റെ എനർജി പോകുന്ന കാരണം ഞാൻ ഉച്ചക്കൊക്കെ എഴുന്നേറ്റ് വരുള്ളൂ. ഉച്ചക്ക് എഴുന്നേറ്റ് വന്ന് ഒരു മാക്സിമം ഒരു 3-3:30 സമയമൊക്കെ വരേക്കും എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞാൻ ഭയങ്കര ടയേർഡാകും, എൻ്റെ കൈയൊക്കെ വിറക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എന്നിട്ട് കിടന്നുറങ്ങും. രാവിലെ തൊട്ടുള്ള രാത്രി വരെയുള്ള ആ ഒരു സമയം, അതായത് നോമ്പ് തുറക്കണ വരെയുള്ള സമയത്ത് ഞാനൊരു 2-3 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നോമ്പ് തുറന്നു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കരമായ
ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ അത്രയും നേരം എൻ്റെ ബോഡി ഇങ്ങനെ പുഷ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നും. രണ്ടാമത്തെ കാര്യം, എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ ഇതുപോലെ കുറേ പേരുണ്ടാകും മൈഗ്രെയിൻ ഉള്ളവർ. അതായത് ഫുഡ് കറക്റ്റ് സമയത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ വരും നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇപ്പോൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അത് മാറാൻ നല്ല സമയമെടുക്കും. കുറേ നേരം റെസ്റ്റ് എടുത്താലേ അത് മാറുള്ളൂ. എന്നാൽ കൂടി ഞാൻ ഫുഡ് കഴിച്ച ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇരിക്കും പഠിക്കാനിരിക്കുന്ന സമയത്ത് നല്ല തലവേദന ഉണ്ടാകും. എൻ്റെ ഒരു കയ്യിൽ വിക്സും ഉണ്ടാകും, ടെക്സ്റ്റ് ബുക്കും വിക്സും ഇങ്ങനെ പെരട്ടി ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിക്കാനിരുന്നിരുന്നത്. അപ്പോൾ അതേപോലെ നമ്മളെ ബോഡി നമ്മൾ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ 1-2 ദിവസത്തേക്ക് നോമ്പ് വിട്ട ശേഷം പിന്നെയാണ് ഞാൻ എൻ്റെ ബോഡി ഒന്ന് റീഗെയിൻ ചെയ്തെടുത്ത ശേഷമാണ് ഞാൻ പിന്നെ നോമ്പ് പിടിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ആലോചിച്ച് നോമ്പ് വിടാതെ അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ബോഡീനെ പുഷ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം അറിയാം, പഠിച്ചാൽ നമുക്ക് അങ്ങനെ ഇളവുകൾ തന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഇപ്പം സിക്കായിട്ടുള്ളവർക്കാണെങ്കിലും ട്രാവലേഴ്സിനാണെങ്കിലും നമുക്ക് ഇളവ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിക്കുക. കൂടെ നോക്കിയിട്ട് അത്രയും വയ്യാത്ത ആൾക്കാരൊന്നും ഇങ്ങനെ പുഷ് ചെയ്ത് പഠിക്കാതിരിക്കാൻ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടെങ്കിലും നിങ്ങൾ അതേപോലെ ഇരുന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ ആ ഒരു സമയമാകുമ്പോഴേക്ക് ഏകദേശം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഷട്ട് ഡൗൺ ആയി തുടങ്ങും, നമ്മുടെ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ. അപ്പം നിങ്ങൾ വെറുതെ ആ സമയത്ത് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നോമ്പ് വന്ന ശേഷം നിങ്ങൾക്ക് ഭയങ്കരമായ തലവേദനയും അതേപോലെ തന്നെ ഈ പഠിക്കാൻ പറ്റാതെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടാതെ, കാരണം അത്രയും എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും നമ്മുടെ ബ്രെയിൻ ആ സമയമാകുമ്പോഴേക്കും. നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വശമുണ്ട് അതിന്. ഒന്ന്, നമുക്ക് പഠിക്കാനുള്ള സമയം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ സമയം കൂടുതൽ കിട്ടും, പക്ഷെ നമ്മൾ ആ രീതിയിൽ നമ്മുടെ ബോഡീനെ കൊണ്ടുപോകണം, എന്നാലേ നമുക്കത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓൾറെഡി കുറെ ചോദിച്ച ഡൗട്ട്സ് ഉണ്ട്, അത് ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോന്റെ കമന്റ്സിലാണ് ചോദിക്കുക. ഇപ്പം അതിന് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, TTCS What എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, ഞങ്ങൾ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും.